എല്ലാവരും ചേർന്നിട്ട് ആ ചെക്കനെ ഇപ്പൊ എന്താക്കിയെന്നറിയോ? ലഹരിക്ക് അടിമയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. അവൻ ജീവിതത്തിൽ ഏതോ ഒരു സമയത്ത് ചെറിയ ഒരു താളപ്പിഴ കൊണ്ട് ലഹരി ഉപയോഗിച്ചു. പക്ഷെ അതിൽ നിന്ന് അവർ റിക്കവറായി പോകുന്നു എന്ന് പറയുമ്പോൾ അതേ സാധനം പിടിച്ചുകൊണ്ട് കുറെ ചേച്ചിമാര്, കുറെ അമ്മായിമാര്, ആന്റിമാര് ഇറങ്ങിയിരിക്കുക രേണുവിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ രേണുവിന് സുഖമായി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ ഒന്നും നോക്കേണ്ടതായിട്ടില്ലല്ലോ. ഇൻഷുറൻസ് തുക വരുമ്പോ ആണെങ്കിലും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ആ രീതിയിലായി എന്നുള്ളതാ. എന്താടാ ഇവറ്റെന്താ ഇങ്ങനെയൊന്നും മനസ്സിലാവുന്നില്ല. ഈ രേണു തന്നെ ഈ ലിങ്കുകളൊക്കെ ഷെയർ ചെയ്യുന്നടേ. അതായത് ഷഫീന ബീവിക്കൊക്കെ മറുപടി കൊടുക്കുന്നുണ്ട്. നേരെ തിരിച്ച് ഈ കിച്ചുവിനോട് നേരിട്ടൊരു മറുപടി പറയാണ്ടെങ്കിൽ നേരിട്ട് വിളിച്ച് സംസാരിക്കാം. അത് ചെയ്യും. അതല്ലാതെ ഓരോ സ്ക്രീൻഷോട്ടുകൾ ഓരോ ആളുകൾക്ക് അയക്കുന്നു. ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്ന കാര്യങ്ങൾ അവർ ഷെയർ ചെയ്യുന്നു. ആ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഏറ്റവും അപകടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചുവിനെയും കൊല്ലസുധയും താറടിച്ച് കാണിക്കുന്നവരുടെ ലിങ്കുകളാ ഷെയർ ചെയ്യുന്നത്. കിച്ചു ലഹരിക്കടിമയായതുകൊണ്ടേ അവൻ എങ്ങനെ സ്നേഹിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്നടേ. ഈ രേണുസുധി തന്നെ കിച്ചുവിന്റെ ലഹരി ഉപയോഗത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടി അത് നിങ്ങൾ കേൾക്കണം. ആദ്യം നമുക്ക് ഈ അമ്മായിക്ക് എന്തോ പറയാണ്ട് കേൾക്കാം. കോവിഡിന്റെ സമയത്ത് ആ കുട്ടി ഡ്രഗിന് അടിമയായിരുന്നു. അപ്പോ കഞ്ചാവ് അടിച്ച് കിറങ്ങിയിരിക്കണ അല്ലെങ്കിൽ എപ്പോഴും കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരിക്കണ ഒരു മോനെ എല്ലാവരും കൊണ്ട് വന്നിട്ട് കൊഞ്ചിക്കോ? എല്ലാവർക്കും അത്യാവശ്യം ദേഷ്യം ഉണ്ടാവില്ലേ? ഈ കോവിഡിന്റെ സമയത്ത് ആരുടെ കയ്യിലും പൈസ ഇല്ല, എല്ലാവരും ഡിപ്രഷൻ അടിച്ചിരിക്കുമ്പോ ഇങ്ങനെ ഒരു മകൻ റൂം അടച്ചിട്ടിട്ട് അത്യാവശ്യം പുകയ്ക്കും വലിക്കുകയൊക്കെ ചെയ്യുമ്പോ ആർക്കെങ്കിലും ആ ചെറുക്കനോട് സ്നേഹം ഉണ്ടാവോ? ചേച്ചി ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കഞ്ചാവൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമാണോ? ചേച്ചിയുടെ ഡയലോഗ് അടി കേൾക്കണ സമയത്ത് ആരെ കയ്യിലും പൈസ ഇല്ലാത്ത സമയത്ത് ചെക്കൻ റൂം അടച്ചിട്ടിരുന്ന് പുകക്കായിരുന്നു, ഇട്ട് പുകക്കായിരുന്നു എന്നാ ചേച്ചി പറയുന്നത്. ചേച്ചി നേരിട്ട് കണ്ടിട്ടാണേ പറയുന്നത്. ഈ കാര്യം രേണുസുധി ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് ഇവൻ അലംഭായിരുന്നു, ഇവൻ ഇങ്ങനെയായിരുന്നു എന്ന് തെറ്റായ സന്ദേശം ജനങ്ങൾക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് അത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ ചേച്ചി കൊല്ലസുധിയെ കുറിച്ച് പറഞ്ഞത് വളരെ മോശപ്പെട്ട രീതിയിലാണ്. പക്ഷെ രേണുവിന് അതൊന്നും കുഴപ്പമില്ല. രേണു ഒരു കുഴപ്പമില്ലാത്ത ആളാണ്, രേണു അടിപൊളിയാണ് എന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, അത് മാത്രം അതെടുത്ത് ഷെയർ ചെയ്തോളൂ. എന്നാൽ ഇതേ രേണുസുധിയോട് ഈ കിച്ചു ലഹരി ഉപയോഗിക്കുമോ എന്ന് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയും കൂടി നിങ്ങൾ കേൾക്കണം. അതായത് ലഹരി ഉപയോഗിക്കുന്നു എന്ന് തന്നെയാണ് ഇവർ സമ്മതിക്കുന്നത് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതോട് കൂടിയിട്ട്. എന്നാൽ ആദ്യം പറഞ്ഞ വാക്കുകളൊന്ന് കേൾക്കാം. കിച്ചു കഞ്ചാവ് വലിക്കുന്ന ഒരു വ്യക്തിയാണ്, മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണ്, തന്തേനെ പോലെ പിഴച്ചു നടക്കണം, അങ്ങനെ പറഞ്ഞ ഒരാൾ ഭയങ്കര മോശമാണ്. അവന്റെ വീട്ടിലെ ആരേലും ആയിരിക്കും, ആ പറഞ്ഞവന്റെ വീട്ടിലെ ആരേലും ആയിരിക്കും. എന്റെ വീട്ടിൽ അങ്ങനെ ചെയ്യുന്നില്ല, എന്റെ മകനും അങ്ങനെ ചെയ്യുന്നു. ഓക്കെ, അതായത് ആ ചേച്ചിയില്ലേ, ഇവര് അമ്മായി പറഞ്ഞില്ലേ, അമ്മായിനോട് അരട്ട മറുപടി. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ആയിരിക്കും അങ്ങനെ വാതിൽ അടച്ചിട്ട് പുകച്ചു വിടുന്നത്. ഞാൻ പറയുന്നല്ല കേട്ടോ, ഇത് രേണുസുധി മുന്നേ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ്. ഒന്നും കൂടി കേൾക്കാം. അതിനകത്ത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടെ. അതിൻ്റെ അത് പറഞ്ഞത് തന്തനെ പോലെ മോശമായിട്ടാണ് നടക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം അത് മറ്റുള്ളവർക്ക്, ചേച്ചീനെ അതുപോലെ തന്നെ സൂചിച്ചേട്ടനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്കൊന്ന് വ്യക്തമാക്കാനായിട്ട് ഒന്ന് ക്ലിയർ ചെയ്ത് പറയാം. അതാ ഞാൻ പറഞ്ഞത്, ഈ പറഞ്ഞവന്റെ വീട്ടിലായിരിക്കും അത് ചെയ്യുന്നത്. എന്റെ വീട്ടിൽ എന്തായാലും എന്റെ മകൻ അങ്ങനെ ചെയ്യുന്നതായിട്ട് എനിക്ക് അറിയത്തില്ല. എന്റെ വീട്ടിൽ എന്റെ മകൻ അങ്ങനെ ചെയ്യുന്നതായിട്ട് എനിക്ക് അറിയത്തില്ല. പിന്നെ എന്തുണ്ടൊക്കെയാണ് നിങ്ങൾ ഈ ലിങ്ക് ഷെയർ ചെയ്തത്? കിച്ചു റൂമിന്റെ ഉള്ളിൽ അടച്ചിരുന്ന് പുക വലിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊറോണ സമയത്ത് ആരെങ്കിലും പൈസ ഇല്ല, പക്ഷെ ഇവ ഇങ്ങനെ വലിച്ചു വിടുന്ന കാരണം ലഹരി ഉപയോഗിക്കുന്നതുകൊണ്ടേ ഇവനവിടെ ഒന്നും സ്നേഹമായിരിക്കില്ല എന്ന് പറയുന്നത്. ചേച്ചി നേരിട്ടുള്ള മറുപടി അങ്ങ് കൊടുക്കണം കേട്ടോ. രണസുനെ തന്നെ പറയുന്നത് അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ല എന്നുള്ളത്. പക്ഷെ ആ ചേച്ചി പറയുന്നത് ഇവ ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെന്ന്. എന്ത് വാക്കാ വിശ്വസിക്കേണ്ടത്? ഇതാണ് രേണുസുധിയുടെ സ്റ്റാൻഡ് ഉണ്ടല്ലോ, അത് ഡബിൾ സ്റ്റാൻഡും ട്രിപ്പിൾ സ്റ്റാൻഡും ഒന്നല്ല. അതിന്റെ മുകളിൽ എത്ര സ്റ്റാൻഡ് ഉണ്ടോ അതിന്റെ മുകളിലേക്കും കയറ്റിയേക്കേണ്ടി വരും. അതാ ഞാൻ പറയുന്നത്, ഇവര് വായെടുത്ത നുണല്ലാതെ പറയില്ല. ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? കിച്ചു റൂമിന്റെ അകത്തിരുന്ന് ഇതൊന്നും ചെയ്തിരുന്നില്ല, കിച്ചു ഇങ്ങനെയൊന്നും ചെയ്തിരുന്നില്ല എന്നാണോ? അല്ല, ഫുൾ ടൈം അവൻ ഇതായിരുന്നു, കയ്യിൽ ആരെങ്കിലും പൈസ ഇല്ലാത്ത സമയത്ത് ഊളത്തരം കാണിച്ച് നടന്നിരുന്നു എന്നാണ് നമ്മൾ കേൾക്കേണ്ടത്. ബാക്കി 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 പിന്നെ അതുപോലെ കംപ്ലീറ്റ് സുധിച്ചേട്ടൻ മരിച്ചു പോയതല്ലേ, അദ്ദേഹം മരിച്ചു. ഞാൻ പറയട്ടെ, ജീവനോടെ ഉള്ള ഒരാളുടെ കാര്യം പറയുന്ന പോലാണോ മരിച്ചു പോയാളുടെ കാര്യം? നമ്മൾ അതെന്തിനാണ് അത് എടുത്തിടുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. എന്റെ കാര്യം പറഞ്ഞോട്ടെ, ഞാൻ ജീവനോടുണ്ട്. ഞാനൊരു സമയത്ത് ഒരു ദിവസം മരിച്ചു പോയാൽ പിന്നെ അതെന്താണ് ഈ എന്താ പറയാ, പിന്നെ തോണ്ടി ശവകുടീരം തോണ്ടി എന്തിനാണ്? നമുക്ക് തന്നെ അത് ഇതാകത്തില്ലേ? ചേച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചേച്ചി വല്ലപ്പോഴും ഒരു വൈറ്റ് റമ്മോ അങ്ങനത്തെ സാധനമായിട്ട് അടിക്കുള്ളൂ. അതിന്റെ പേരൊക്കെ പറഞ്ഞിരുന്നു, അത് ഇടക്ക് കുടിക്കും, അത് വല്ലപ്പോഴൊക്കെ കുടിക്കുള്ളൂ കേട്ടോ. അതാണ് ചേച്ചി. ഇവരെ കുടീനെ കുറിച്ചൊന്നും പറയണ്ട, നമ്മുടെ കുടീനെ കുറിച്ച് പറയാലോ എന്നാ പറയുന്നത്. എന്തായാലും ഈ ഒരു ഡബിൾ സ്റ്റാൻഡ് ഉണ്ടല്ലോ എന്റെ പൊന്നു രണസുന, വളരെ മോശമാണ്. ഈ വിഷയത്തിൽ ആധികാരികമായിട്ട് സംസാരിക്കാൻ കുറെ അമ്മായിമാര് വന്ന് പറഞ്ഞില്ലേ, എന്നാ ഇതിലിതാ ഒരു അമ്മായി ഉണ്ട്, ഒരു ചേട്ടായി ഉണ്ട്, ഒന്ന് കേട്ടോക്കിയേ.
ലഹരി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ അടിച്ചു പൊളിച്ച് നടക്കണം. അവന്റെ ഈ ചെറിയ പ്രായത്തിൽ അതിനുള്ള എമൗണ്ട് അവന്റെ കൈ കാണില്ല. അതിൽ കൂടുതൽ എവിടെ നിന്ന് കിട്ടും? ആഹാ, കൂടുതൽ പൈസ കിട്ടുന്നിടത്തേക്ക് പോകുന്നു, കൂട്ടുകാരെ കയ്യിൽ ഉണ്ടാവില്ല. ഇതൊക്കെ പറയുമ്പോ ആ പയ്യന്മാരെയും കൂടിയാണ് നിങ്ങൾ നാണം കെടുത്തുന്നത്. എന്ത് വൃത്തിയിട്ട പരിപാടിയാടോ. എന്നിട്ട് ഇവർ ഷെയർ ചെയ്തതിൽ ആ പയ്യന്മാരിൽ ഒരു പയ്യന്റെ ഫോട്ടോയും കൂടി ഉണ്ട് എന്നുള്ളതാ. ഇപ്പൊ കൂടെയുള്ള കൂട്ടുകാരാണ് അവനെ ഈ വിഷയത്തിൽ നിന്നൊക്കെ മാറ്റിയതെന്ന് അവൻ തന്നെ പറയുന്നുണ്ട്. ഈ ലഹരിക്ക് അടിമയായത് എന്തുകൊണ്ടാണെന്ന് പറയുന്നത്. ലഹരിക്ക് അടിമയാണെന്നൊന്നുമല്ല പറയുന്നത്, ലഹരി ഉപയോഗിച്ച് തുടങ്ങി എന്നുള്ള കാര്യമാണ് പറയുന്നത്. അത് രേണുസുതി സമ്മതിക്കുന്നില്ല. പക്ഷെ ഇന്ന് സമ്മതിക്കുക. അതെ അതെ, അവരെ ആരെങ്കിലും നല്ലത് പറയണം. ആ നല്ലത് പറയുമ്പോൾ കൂടെയുള്ള ആരെ കുറ്റം പറഞ്ഞാലും കുഴപ്പമില്ല, രേണു അത് ഷെയർ ചെയ്യുന്നുള്ളത് വളരെ മോശാട്ടോ. എന്താണ് ഈ ചേച്ചിക്ക് ഇങ്ങനെ പറഞ്ഞെനിക്ക് പിടുത്തല്ലേ. ഈ ചേച്ചിക്ക് മുന്നേ രേണുസുദ്ധിയെ ഇഷ്ടമല്ലാത്ത ആളുകളായിരുന്നു. എന്ത് ഊളത്തരം പറഞ്ഞ ആളുകളാണ് ഇപ്പൊ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ആളുകൾ വലുതായി വരികയാണെന്ന് കാണുമ്പോഴേ എന്ത് വലുതാവുന്നു. ഊളത്തരം കാണിച്ചിട്ട് 4 തെറിയും വാങ്ങിയിട്ട് മുന്നോട്ട് പോകണ കാണുമ്പോൾ ഇവരെ വിചാരം വൈറലാവുന്നത് കൊണ്ട് അടിപൊളിയാണെന്നുള്ളത്. ബാക്കി ഈ ചേച്ചി എന്തൊക്കെയാ പറയുന്നുണ്ട്. എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം. ഇനി ഇത് കേട്ടിട്ട് എല്ലാവരും കൂടെ എന്നെ കൊല്ലാൻ വരണ്ട. എനിക്ക് തോന്നിയ ഒരു കാര്യം പറയാം. എനിക്ക് തോന്നുന്നു ആ കുട്ടിക്ക് പൈസയോട് കുറച്ചുകൂടെ താല്പര്യം കൂടുതലുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി അതിന്റെ അമ്മ കൊടുക്കുന്നത് കുറഞ്ഞു പോയി കാണും. ഈ പറയുന്ന ആൾക്കാരൊക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നു എന്തോ ആ കുട്ടീന്റെ അക്കൗണ്ട് വെച്ചൊക്കെ എന്തോ പൈസയൊക്കെ ഇപ്പം എന്തൊക്കെയോ നടത്തുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ എന്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് മനസ്സിലാക്കുന്ന അങ്ങനെ എന്തൊക്കെയോ കുറെ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് ആ കുട്ടീനെ പറഞ്ഞ് തിരിച്ച് സെറ്റാക്കി വെച്ചേക്കും. അപ്പൊ ആരോ ഒരാള് ചെക്കനെ പിടിച്ചു വെച്ചിരിക്കുക. ചെക്കനോട് മോനെ ഇങ്ങനെ കളിച്ച അങ്ങനെ ആക്കാടാ, അങ്ങനെ കളിച്ച ഇങ്ങനെ ആക്കാടാ എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ കമന്റ് ആണ് ഇത് രേണുസുധിയും കിച്ചും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ്, അവർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി കളിക്കുക എന്നുള്ളത്. കാരണം കുറെ ഊളത്തരങ്ങൾ പറയുന്ന ആളുകൾ ഉണ്ടാവും. ഇതൊന്നല്ല നമ്മളെ വിഷയം. ഈ പയ്യൻ പറഞ്ഞ വാക്കുകൾ 32 മിനിറ്റുള്ള വീഡിയോയിൽ പറഞ്ഞ വാക്കുകൾ അവൻ മനസ്സിൽ തട്ടിക്കൊണ്ട് പറഞ്ഞതാ. അവന്റെ മുഖം കണ്ടാൽ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാവും, കണ്ണ് കണ്ടാൽ മനസ്സിലാവും അവൻ പറഞ്ഞത് സത്യസന്ധമായ കാര്യമാണെന്നുള്ളത്. രേണുസുധി പറയുന്ന വാക്കുകൾ എന്നും മാറ്റി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാ. ഇവൻ ലഹരി ഉപയോഗിക്കുമെന്ന് ചോദിച്ചപ്പോ അത് പറഞ്ഞവരുടെ വീട്ടിലാവും എന്ന് പറഞ്ഞ അതേ വ്യക്തി തന്നെ കിച്ചു വാതിലടച്ച് ഇരുന്ന് ലഹരി ഉപയോഗിക്കുകയാണ് എന്ന് പറഞ്ഞ ഏതോ ഒരു അമ്മായിയുടെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുന്നു. എന്ത് പാടെ, ഈ ഡബിൾ സ്റ്റാൻഡുള്ള അമ്മായിയാണ് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത്. കൊള്ളാം. എന്തിനാണ് ഒരു 21 വയസ്സായ ആൾക്ക് ഇത്രത്തോളം ക്യാഷ് എന്തിനാണ്? ഞാൻ അത് ചോദിച്ചിട്ട് രേണുചേച്ചിനോട് പ്രശ്നമായിട്ടുള്ളത്. രേണുചേച്ചി എന്തിനാണ് ഇത്രയും ഒരു കുട്ടിക്ക് ഇത്രയും വലിയ എമൗണ്ട് ഇട്ട് കൊടുക്കുന്നത്? ആ ഫുഡ് കഴിക്കാനായിരിക്കും. അത് ഓക്കെ, അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മുടെ അച്ഛനമ്മ ഇനിയിപ്പോ 2ാമേ 3ാമേ 4ാമേ ആയാലും കുഴപ്പമില്ല. നമ്മൾ ഒരു കുട്ടീനെ വളർത്തുമ്പോൾ ആ കുട്ടിക്ക് നമുക്ക് ഒരു എല്ലാത്തിനും ഒരു പരിധി വേണം. ആ പരിധി വിട്ടിട്ടല്ലേ ഇപ്പൊ ഈ വേഷം കെട്ടി നടക്കുന്ന എന്റെ പൊന്നു ചാച്ചി. എന്റെ പൊന്നു ചേട്ടാ, എന്റെ ഞാൻ പറയുന്നില്ല. ആരാണിത് ചർച്ച ചെയ്ത് നോക്കണം. ഒരമ്മ ഒരു മകന് കൊടുത്ത ഫണ്ട്, അതായത് ലക്ഷങ്ങൾ കൊടുത്തുന്ന രീതിയിലൊക്കെ ഇവർ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. എന്തിനാണ് ഇങ്ങനെ വാരിക്കോരി കൊടുക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും കൂടെ എന്താക്കുന്ന അറിയോ? കിച്ചു ഫണ്ടിന് വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന കോപ്രായത്തരങ്ങളാണെന്നാണ് ഇപ്പൊ പറഞ്ഞു വെക്കുന്നവരൊക്കെ. ആര് പറയുന്നു നോക്കണം. കുടുംബത്തെ കുറിച്ചിട്ട് സംസാരിക്കാൻ ഇവനൊക്കെ എന്ത് യോഗ്യതയാണ് ഉള്ളത്? അയ്യേ. ഇപ്പൊ കിച്ചു വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ക്യാഷ് ഒന്നും തരാറില്ല, അല്ലെങ്കിൽ അങ്ങനെയാണ്, അല്ലെങ്കിൽ നോക്കാറില്ല. അത് ആസ് എ ഫ്രണ്ട്, രേണുവിന്റെ ഒരു ഫ്രണ്ട് ആയിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ശുദ്ധ നുണയാണ്. ആരാ പറഞ്ഞേ ഫണ്ടൊന്നും തരുന്നില്ല എന്നൊക്കെ? ഏത് ഇതിൽ നോക്കിയിട്ടാണ് ഇവനൊക്കെ സംസാരിക്കുന്നത്? ഏതാ ഇവനൊക്കെ വേഷം കെട്ടി വന്നങ്ങ് ഇരുന്ന് ഊളത്തരം പറയുന്നു. വീഡിയോ കണ്ടുകണ അജ്ജി. കാരണം രേണു ചേച്ചി പലപ്പോഴും കിച്ചുവിന് പേയ്മെന്റ് ഇട്ട് കൊടുക്കുന്നത് എന്റെ കൺമുമ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഈ 300 രൂപ 200 രൂപ ഒന്നുമല്ല, അത്യാവശ്യം നല്ല എമൗണ്ട് ഇട്ട് കൊടുക്കുന്നത് ഞാൻ കണ്ണോണ്ട് കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ട വ്യക്തി, അപ്പൊ എനിക്കത് പറയാം. കാരണം എനിക്ക് അതിൽ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ആരാ പറയണ നോക്കണം. ഇവന്റെ വാക്ക് ആരാ വിശ്വസിക്കുക? ഇവൻ ഇന്ന് പറയുന്നത് നാളെ മാറ്റി പറയുന്നവനാ. ഇവൻ ഊളത്തരം അല്ലാതെ വേറെ ഒന്നും പറയില്ല. ഇവൻ കണ്ടു എന്നൊക്കെ പറയുമ്പോ പൊന്നെ അറിയില്ല ഇവൻ മുണ്ടുപോക്കി കാണിച്ചോ കഥയൊക്കെ. ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല, ഇവന്റെ എന്തൊക്കെ പൊട്ടത്തരങ്ങൾ ഉണ്ടെന്ന് കേട്ടൊക്കെ. കാരണം പിന്നെ ഒന്നാമത് കിച്ചു എന്ന് പറയുന്നത് ചേച്ചി സ്വന്തം മോനല്ല. സുധീറിന്റെ 3ാമത്തെ കല്യാണത്തിനുണ്ടായ കല്യാണമാണ് രേണു ചേച്ചിനെ. ഫസ്റ്റ് കല്യാണത്തിന്റെ ആദ്യത്തെ മോനല്ലേ കിച്ചു. അത് 2ാമത്തെ കല്യാണം, പിന്നെ 3ാമത്തെ കല്യാണത്തിലാണ് രേണു ഉണ്ടാവുന്നത്. അപ്പൊ എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇവറ്റാളോടൊക്കെ എന്തിനാ ഈ ചോദ്യങ്ങൾ ആളുകൾ ചോദിക്കുന്നുള്ളതാ? സ്വന്തം കുടുംബത്തിനോട് സ്നേഹം ബഹുമാനമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവറ്റൊക്കെ ഇങ്ങനെയൊക്കെ നടക്കും. ഇവനൊക്കെ ഇങ്ങനെ നടക്കും? ഇല്ലല്ലോ. എന്നിട്ട് ഇവനോട് പോയി ചോദിക്കുന്ന ചോദ്യമാണിത്. ചക്കിക്കൊത്ത ചങ്കര. രേണുവിന് പറ്റിയ ആൾ തന്നെയാണ് ഇതൊക്കെ, അത്രേ ഉള്ളൂ. പക്ഷെ രേണുവും പറയുന്ന കാര്യങ്ങൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അവരൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ആവട്ടെ, കുറെ ആളുകൾക്ക് ഈ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും അയച്ചു കൊടുത്ത സ്ഥിതിക്ക് ചിലപ്പോൾ ഉണ്ടാവും, പറയാനും പറ്റൂല. കിച്ചുവിന് കുറെ മെന്റലി ഡ്രോമയിലൂടെ കടന്നു പോയൊരു കുട്ടിയാണ് കിച്ചു. അത് നമ്മൾ സമ്മതിക്കാതിരിക്കാൻ വയ്യ. കാരണം ഫസ്റ്റ് റിലേഷനിൽ ആ കുട്ടി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് ഞാൻ ഈ
പ്രശ്നങ്ങൾ തല്ല് ഇതും കണ്ടിട്ടാണ് ഞാൻ വളർന്നത്. അത് സത്യമായിരിക്കാം ഒരു പക്ഷേ, കാരണം ഫസ്റ്റ് റിലേഷനിൽ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. സെക്കൻഡ് റിലേഷൻ ആയപ്പോഴും ആ കുട്ടിക്ക് അത് മെന്റലി അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. തേർഡ് റിലേഷൻ, രേണുവിന്റെ റിലേഷൻ ആ കുട്ടി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാൻ കുറച്ചുകൂടി ഹാപ്പി ആയിരുന്നു ആ റിലേഷനിൽ. ഈ ഇംഗ്ലീഷ് ഒന്നും പറയാതിരുന്നു കേട്ടോ, പച്ച മലയാളം പറഞ്ഞപ്പോ എന്റെ ഗുണ്ടേഷേട്ടാ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഡ്രോമയല്ല റോമ. പൊന്നെ, അതെന്താ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല? ഇതൊക്കെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാ? ഇംഗ്ലീഷ് പറയരുത്, ദയവ് ചെയ്ത് പറയരുത്, മലയാളം പറഞ്ഞോ. ജി എന്ത് പറഞ്ഞാലും പൊട്ടത്തരാവോ, അതുകൊണ്ട് പറയണ. സ്റ്റാർ മാജിക്കിൽ അവർ രണ്ടുപേരും ഒരുമിച്ചാണ് പോയിണ്ടായിരുന്നത്. പിന്നീട് അച്ഛന്റെ കൂടെ ഞാൻ പോവാറില്ല, കാരണം എന്നോട് വരണ്ടാന്ന് അച്ഛൻ പറഞ്ഞു എന്ന് കിച്ചു അതിൽ പറയുന്നത്. ഞാൻ അത് ഫുള്ള് കണ്ട വ്യക്തിയാണ്. രേണുവിന് അതിലൊന്നും പറയുന്നില്ല, പക്ഷെ അതിൽ പറയുന്നുണ്ട്, എനിക്ക് തോന്നി പിന്നെ അത് ഇവരെല്ലാവരും സമ്മതപ്രകാരമായിരിക്കും എന്നെ അതിൽ നിന്ന് അച്ഛനിൽ നിന്ന് അകറ്റിയത് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരാളെ അച്ഛനിൽ നിന്ന് അകറ്റുന്ന ബന്ധമല്ല ഒരു അച്ഛൻ മകൻ ബോണ്ട് എന്ന് പറയുന്നത്. ഒരു അച്ഛൻ മകൻ ബോണ്ടൊക്കെ പറയാനും മാത്രം യോഗ്യത ഉള്ള ഒരാളാണല്ലോ. ഉപ്പ മരിക്കാൻ വേണ്ടി കാത്തിരുന്നു, ഉപ്പ മരിച്ച പിറ്റേ ദിവസം പോയിട്ട് മാക്സി എടുത്ത ആളല്ലേ, മാക്സി എടുത്ത് ഉടുത്ത ആള് നല്ല ആളാ. വീഡിയോ മൊത്തം കണ്ടിട്ടാണോ ഉണ്ടാക്കാതിരിക്കണത്? വീഡിയോ മൊത്തം കണ്ടിട്ടില്ല, അതുകൊണ്ടാ. രേണുവിന് അസൂയ കാരണം തല്ല് പോലും ഉണ്ടായി വീട്ടില്. അച്ഛന്റെ കൂടെ ഞാൻ യാത്ര ചെയ്യുന്നത്, അച്ഛന്റെ കൂടെ പ്രോഗ്രാമിന് പോകുന്നത് രേണുവിന് ഇഷ്ടമല്ല. വഴക്കുണ്ടായിട്ടുണ്ട് പലപ്പോഴും. രേണുവിന്റെ കുടുംബക്കാർക്ക്, വീട്ടുകാർക്ക് എന്നെ ഇഷ്ടമായിരുന്നില്ല. അവരെന്നെ മൈൻഡ് പോലും ചെയ്തിരുന്നില്ല. എനിക്ക് ഒരു മുറി ഉണ്ടായിരുന്നു, ആ മുറിക്കകത്ത് ഞാൻ അടയ്ക്കപ്പെട്ടതിന് തുല്യമായിരുന്നു. അച്ഛൻ വരും വല്ലപ്പോഴും ചോറുമായിട്ട്. ഇതാണ് ആ പയ്യൻ പറഞ്ഞിട്ടുള്ളത്. അതിൽ ആ പയ്യൻ അനുഭവിച്ച ആ ഒരു വിഷമം കൃത്യമായിട്ട് കാണുന്നുണ്ട്, കണ്ടു നമ്മളെല്ലാവരും. പക്ഷെ അച്ഛനും മകനും തമ്മിലുള്ള ബോണ്ടിനെ കുറിച്ചിട്ടൊക്കെ പറയുന്ന ആളെ നിങ്ങളൊന്ന് നോക്കണം കേട്ടോ. ഇവരൊക്കെ എന്ത് യോഗ്യതയാണ് ഈ വിഷയത്തിൽ സംസാരിക്കാനുള്ളതെന്ന് എനിക്ക് പറയാനുള്ളത്. ഒരു യോഗ്യതയും ഇല്ല. ഇപ്പൊ ഫസ്റ്റ് ഒരു സ്ത്രീയെ കാണിച്ചില്ലേ, മുടി വെട്ടിയ സ്ത്രീ, അവര് ഈ രേണുവിനെ എത്രമാത്രം താഴ്ത്തിക്കെട്ടി സംസാരിച്ച വ്യക്തിയാ. ഇപ്പൊ രേണു വലിയ ആള്, പുണ്യാളത്തി, കൊള്ളാം. അപ്പൊ കണ്ടവനെ അത് വിളിക്കുന്നത് നല്ല പരിപാടിയാണ് കേട്ടോ. എല്ലാവരും ചേർന്നുകൊണ്ട് ആ ചെക്കന്റെ ലൈഫ് അങ്ങ് കുട്ടിച്ചോറാക്കരുത്. ആ പയ്യൻ ഏതോ ഒരു സാഹചര്യത്തില് എന്തോ ഒന്ന് ഉപയോഗിച്ചു, അവൻ അതിൽ നിന്ന് റിക്കവറായി. അവന്റെ കൂടെയുള്ള സുഹൃത്തുക്കള് ഇവനെ സപ്പോർട്ട് ചെയ്ത് മാറ്റിയെടുക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത്. ആ പയ്യന്മാരെയൊക്കെ ഫോട്ടോ വെച്ചുകൊണ്ട് ഊളത്തരം കാണിക്കാതിരിക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. ഈ വിഷയത്തിൽ രേണുവിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും കഴിയില്ല. പൈസ കൊടുത്തു എന്ന് പറയുമ്പോൾ പൈസ കൊടുത്ത് വാങ്ങാൻ കഴിയുന്നതല്ല സ്നേഹബന്ധം, അതാദ്യം മനസ്സിലാക്കുക. ഓക്കെ, ഇനി കിച്ചു എന്താണ് വിഷയത്തിൽ പറയാ എന്നൊന്നും നമുക്കറിയില്ല. ചിലപ്പോ പറയുമായിരിക്കാം, ചിലപ്പോ ഒന്നും പറയില്ലായിരിക്കാം. കയ്യിൽ നിന്ന് പോയിരിക്കുകയായിരിക്കും. ഇപ്പൊ അവൻ കൃത്യമായി സത്യസന്ധമായി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. രേണു അതിന് കാണിച്ചു കൂട്ടുന്ന കോപ്രായത്തരങ്ങളാണ് സഹിക്കാൻ പറ്റാത്തത് എന്നുള്ളതാണ്. കണ്ണിക്കണ്ട ആളുകൾ എന്തൊക്കെയോ നുണ പറയുമ്പോൾ അതൊക്കെ ഷെയർ ചെയ്യുമ്പോൾ, കൊല്ലസ്തുതിയോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യില്ലായിരുന്നു. കൊല്ലസ്തുതിയൊക്കെ താറടിച്ച് കാണിക്കുന്ന കുറെ ലിങ്കുകളാണ് നിങ്ങൾ ഷെയർ ചെയ്യുന്നത്. എന്തായാലും കൊള്ളാം കേട്ടോ, കോപ്രായത്തരം കുറച്ച് കൂടുന്നുണ്ട്. ഈ കോപ്രായത്തരം കൂടി ജനങ്ങൾക്ക് മുഴുവൻ നിങ്ങളോട് വെറുപ്പ് തോന്നും. ഒരു തർക്കമോ കാര്യത്തിൽ വേണ്ട. പിന്നെ ബാറിലെ ഡാൻസ് കളിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ബാറിൽ ഡാൻസ് കളിക്കണം മോശമെന്ന് ആരും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് വരുന്ന ഇനോഗ്രേഷൻസ് മുഴുവൻ ഈ മദ്യവുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്ന് മാത്രമേ ആളുകൾ പറഞ്ഞിട്ടുള്ളൂ. അതൊന്നും തെറ്റാണെന്നല്ല നിങ്ങൾ പറയുന്നത്. പക്ഷെ മദ്യക്കച്ചവടത്തിന്റെ ആ ഒരു കാര്യത്തിലേക്ക് മാത്രമേ നിങ്ങൾ ആളുകൾ വിളിക്കുന്നുള്ളൂ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് ഇടപ്പാൾ സൈനിങ് ഓഫ്.